സ്കൂളുണ്ട്, അധ്യാപകരുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നതും ഈ സർക്കാരിനെ ഒരു പദ്ധതിയിലാണ്. അതേത് പദ്ധതിയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷനാണ് എന്ന് പറയുകയുണ്ടായി. അത് വെറും ഒരു കാര്യമല്ല. ആ ക്ഷേമ പെൻഷനെ പറ്റി നമ്മൾ പറയുമ്പോൾ കോടികൾ അവിടെ മുടക്കി ഇവിടെ മുടക്കി എന്ന് പറയുമ്പോൾ ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരിക്കുന്ന ഒരു പക്ഷേ ഈ അടിമാലി ഗ്രാമപഞ്ചായത്തിലായിരിക്കാം. നമ്മൾ ഈ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ കാര്യങ്ങൾ തന്നെ എടുക്കുക. ഈ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ കണക്കുകൾ ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഞാൻ കണക്കൊന്ന് എടുത്തു നോക്കി. കാരണം ഇത് പക്കായിട്ടുള്ള ഒരു റിപ്പോർട്ടിന്റെ കണക്കിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഇവിടെ ആകെ 5139 ആളുകൾക്ക് കുടുംബത്തിന് 2000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. 5139 കുടുംബങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു അല്പം ആശ്വാസം. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം അത് കേരള സംസ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഈ പഞ്ചായത്ത് എത്ര രൂപ കൊടുക്കുന്നത്? ഈ പഞ്ചായത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ കൊടുക്കുന്നത് അത് 1,02,00,000 രൂപയാണ്. ആർക്കെങ്കിലും അവിടെ കാൽക്കുലേറ്റർ വെച്ച് മൊബൈൽ വെച്ച് വേണമെങ്കിൽ കണക്കൊന്ന് നോക്കിക്കോണം. ഒരു മാസം 1,02,00,000 രൂപയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഈ സർക്കാർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം എത്രയാണ്? ഇൻറ്റു 12 12,30,00,000 രൂപ ഈ സർക്കാർ ഈ പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നു. ഈ ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് പഞ്ചായത്തുകൾ 12 എണ്ണമുണ്ട്. 12 ഗ്രാമപഞ്ചായത്തുണ്ട്. ഞാൻ 12 എടുക്കുന്നില്ല, കണക്ക് എളുപ്പത്തിന് വേണ്ടി 10 എടുക്കുന്നുള്ളൂ. കാരണം ചില സ്ഥലത്ത് ചിലപ്പോൾ 5000 കാണുകയില്ല, ചിലപ്പോൾ കുറവായിരിക്കും, കൂടുതലായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഈ 10 എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പഞ്ചായത്തിൽ 5 വർഷം കൊണ്ട് എത്ര കൊടുക്കുന്നു എന്നുള്ളത് കണക്കാക്കണം. 5 വർഷം കൊണ്ട് എത്രയാണ് കൊടുക്കുന്നത്? 61,67,00,000. അങ്ങനെയാണെങ്കിൽ ഈ നിയമസഭാ മണ്ഡലത്തില് 10 മണ്ഡലത്തിലും കൂടെ കൂടി 5 വർഷത്തേക്ക് നമ്മൾ എത്ര കൊടുക്കും? 616 കോടി രൂപയാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുന്നത്. ഇത് നിസ്സാര കാര്യമാണോ? ഇന്ന് ഈ ക്ഷേമ പെൻഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഇവിടെ കർഷകരും കർഷക തൊഴിലാളിയും പാവങ്ങളും ഒക്കെ ഇഷ്ടംപോലെ വളരെയധികം ആളുകളുള്ള പ്രദേശമാണ്. ഞാൻ ഓർക്കുന്നത് സാധാരണ രീതിയിൽ ഒരു ബഡ്ജറ്റ് വരുമ്പോൾ നമ്മളെല്ലാം കാതോർത്തിരിക്കും. ഇപ്പൊ കേന്ദ്രത്തിന്റെ ബഡ്ജറ്റ് വരുമ്പോൾ നമ്മളെല്ലാം പണ്ട് കാലത്താണ് റേഡിയോ ഓൺ ചെയ്യും, പിന്നെ ദൂരദർശനായി, ഇപ്പൊ TV ആയി. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇതാരും കേൾക്കുന്നില്ല. കാരണം എന്താ? കാരണം മറ്റൊന്നുമല്ല, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനെ പറ്റി ഒരു വാക്ക് പോലും കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ കേന്ദ്ര ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെ അമേരിക്കയിലേക്കൊക്കെ പോയിട്ട് പഠിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, നമ്മുടെ കേരളത്തിലെ കോട്ടക്കൽ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അമേരിക്കയിൽ നിന്ന് വരെയുള്ള സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നുണ്ടെന്ന്? മലപ്പുറം കോട്ടക്കൽ ആരംഭിച്ച നമ്മുടെ ബ്രിഡ്കോന്റെ ദുബായ് ബ്രാഞ്ചിലാണ് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വരെ ആളുകൾ വന്ന് പഠിക്കുന്നത്. +2 കഴിഞ്ഞിട്ട് എന്ത് പഠിക്കണം എന്ന് ആലോചിക്കുന്ന സ്റ്റുഡൻസിനും മക്കളെ എന്തിനൊക്കെ പറഞ്ഞേക്കണം എന്ന് ആലോചിക്കുന്ന പാരന്റ്സിനും ഈ ഒരു വീഡിയോ നന്നായിട്ട് ഉപകാരപ്പെടും. 1998 തുടങ്ങിയതാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിലൂടെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാനും അവസരം ഉണ്ടാകുന്നുണ്ട്. അടുത്തൊരു ജനറേഷന്റെ മുന്നിലുള്ള ഭാവി എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കാണാവുന്നത് ഇലക്ട്രോണിക്സ്, റോബോട്ടിക്സ്, മെറ്റാവേഴ്സ്, ആധുനിക ടെക്നോളജിയിൽ സ്കിൽ നേടലാണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി ഉള്ളവരോ ഇല്ലാത്തവരോ ആയ ആൾക്കാർ അവരുടെ പഠനത്തോടൊപ്പം മറ്റു ജോലികളോടൊപ്പം മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ പോലെയുള്ള മേഖലകളിൽ സ്കിൽ നേടിക്കഴിഞ്ഞാൽ എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ഈ സ്ഥാപനം കണ്ടാൽ പരിചയപ്പെടാം. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും പഠിക്കാൻ ഈ ബ്രിഡ്കോയിൽ വരുന്നു, അവരെ മലയാളികൾ പഠിപ്പിക്കുന്നു. ബ്രിഡ്കോ 98 കേരളത്തിൽ ആരംഭിച്ചു, 2000 ഡൽഹിയിലും 2004 ദുബായിലും ആരംഭിച്ചു. കഴിഞ്ഞ 3 വർഷത്തിൽ 394 വിദ്യാർത്ഥികൾ, കഴിഞ്ഞ വർഷം 150 വിദ്യാർത്ഥികൾ
ബ്രിഡ്കോ ദുബായ് പ്ലേസ്മെന്റ് വഴി ജോലി നേടിയിട്ടുണ്ട്. ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉടനീളം ഉപകാരപ്പെടുന്ന ഒരു സ്കില്ല് തന്നെയാണ്. ഞാൻ നേരിട്ടറിയുന്ന പല ആളുകളും ബ്രിഡ്കോയിൽ നിന്ന് പഠിച്ചിറങ്ങി സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയ ആളുകൾ വരെയുണ്ട്.